കാക്കുതി, നീ അച്ഛനോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിനക്കെന്താ പറ്റിയത്? എടുത്തടിച്ചതുപോലെ അച്ഛനോട് എന്തിനാ അങ്ങനെയൊക്കെ സംസാരിച്ചത്? ഇത് ഞാനല്ല, അക്കുച്ചേട്ടനെ സംസാരിക്കേണ്ടിയിരുന്നത്. അക്കുച്ചേട്ടൻ പറയേണ്ട സമയത്ത് പറയാതിരുന്നോണ്ടാ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. കാക്കുതി, അത് ഇപ്പൊ മാത്രമല്ല, എപ്പോഴായാലും അക്കുച്ചേട്ടൻ ഒന്നും പറയില്ലെന്നറിയാവുന്നോണ്ടാ അക്കുച്ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞത്. ഇപ്പോഴെങ്കിലും സത്യം പറ അക്കുച്ചേട്ടാ, അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് ഓഫീസിൽ പോകണമെന്ന് അക്കുച്ചേട്ടന് ആഗ്രഹമില്ലേ? എന്തിനാ എല്ലാം മനസ്സിലുറപ്പിച്ച് പുറത്തൊന്നും കാണിക്കാതെ നിൽക്കുന്നേ? അത് ബാലമാമനോടായാലും എന്നോടായാലും ആരോടായാലും മനസ്സിലുള്ളത് തുറന്നു പറയണം അക്കുച്ചേട്ടാ. അക്കുച്ചേട്ടന് എല്ലാ കാര്യങ്ങളും മനസ്സിലൊതുക്കി നടന്ന അത് അക്കുച്ചേട്ടനെ മാത്രമല്ല, അക്കുച്ചേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവരെയും അത് ബാധിക്കും. ഞാൻ ആരെയും ഉദ്ദേശിച്ചൊന്നല്ല പറഞ്ഞത്, കോമൺ ആയിട്ട് പറഞ്ഞതാ. ശ്രേയയുടെ കാര്യം അറിഞ്ഞിട്ടാണോ അതോ അറിയാതെയാണോ കാക്കോത്തി സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഇവളുടെ കൂടെ ഒരു ജീവിതം തുടങ്ങാത്തതുകൊണ്ടാണോ? എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അക്കുച്ചേട്ടാ, സത്യം പറ, ജോലിക്ക് പോകുന്ന അക്കുച്ചേട്ടന് ഇഷ്ടല്ലേ? അത് എന്നോടെങ്കിലും ഒന്ന് തുറന്നു പറ. എനിക്ക് ആ ജോലിക്ക് പോകുന്നത് ഇഷ്ടമാണ്. പക്ഷേ എനിക്കത് എങ്ങനെ അച്ഛനോട് പറയണമെന്നറിയില്ല. എൻ്റെ മനസ്സിലുള്ളത് നീ പറഞ്ഞല്ലോ, അതിന് ഞാനാ നിന്നോട് താങ്ക്സ് പറയേണ്ടത്. അക്കുച്ചേട്ടനെ മനസ്സ് വിഷമിക്കാതിരിക്കാനാ ഞാൻ ബാലമാമനോട് സംസാരിച്ചത്. ജോലിക്കാര്യത്തിൽ മാത്രമല്ല, വീട്ടിലെ കാര്യങ്ങളിലും അക്കുച്ചേട്ടനൊരു തീരുമാനത്തിലെത്തണം. ബാലമാമൻ തീരുമാനിച്ച പൂജയും രണ്ടാമതൊരു താലികെട്ടൊക്കെ ആവശ്യമുണ്ടോ? അത് വേണ്ടെന്ന് പറയാൻ അക്കുച്ചേട്ടന് തോന്നിയില്ലേ? ഇല്ല, എനിക്കങ്ങനെ തോന്നിയില്ല. അന്ന് മണ്ഡപത്തിൽ വെച്ച് നിന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോ എൻ്റെ മാനസികാവസ്ഥ എന്താന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എന്തൊക്കെയോ നടക്കുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല കാക്കുതി. നിന്റെ കഴുത്തിൽ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ താലി കെട്ടാനുള്ള അവസര. അതെങ്ങനെ ഞാൻ വേണ്ടാന്ന് പറയാ? ആ ഒരു നിമിഷത്തിന് വേണ്ടിയാ ഞാനിപ്പോ കാത്തിരിക്കുന്നത്.